ഹായ് ഹലേ ഹായ് പറഞ്ഞേ. ഹായ് എല്ലാവർക്കും നമസ്കാരം പറയ്. ഹായ്, ഞങ്ങളുടെ 3 ഏഞ്ചൽസ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇന്നത്തേക്ക് 6 മാസമാണ്. ഈ 6 മാസക്കാലം ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ കൂടുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പറഞ്ഞേ. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇന്നത്തേക്ക് മെയ് 17-ാം തീയതിയാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അല്ല, 17-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇന്നത്തേക്ക് 6 മാസം കംപ്ലീറ്റ് ആക്കി. അപ്പോൾ ഞങ്ങളെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും, ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ 950 സബ്സ്ക്രൈബേഴ്സാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 950 സബ്സ്ക്രൈബേഴ്സിനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത തന്നെ ഞങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങണം ശരിക്കും ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യം എൻ്റെ ഹസ്ബൻഡാണ് തുടങ്ങണമെന്ന് പറഞ്ഞിങ്ങനെ ഇരുന്നത്. എൻ്റെ ആളൊരു 4 കൊല്ലമായി പറഞ്ഞു തുടങ്ങിയത്. എൻ്റെ അവസാനം തുടങ്ങാണ്ടായപ്പോഴാണ് എന്നാൽ ഞാൻ തുടങ്ങാൻ പോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് വെറുതെ ഒന്ന് പറഞ്ഞതാണ്. അപ്പോൾ ആ ഒരു പറഞ്ഞതിൻ്റെ പേരിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ എങ്ങനെയൊക്കെയോ ഇത്രത്തോളം എത്തി ഞങ്ങളുടെ ചാനൽ. അപ്പോൾ ആദ്യ കാര്യം സബ്സ്ക്രൈബ് ചെയ്യില്ല എൻ്റെ ചാനൽ ആരൊക്കെ കാണാനാണെന്ന് വിചാരിച്ച് ഇങ്ങനെ തുടങ്ങിയത്. അപ്പം തന്നെ പതുക്കെ ഇങ്ങനെ കുറേശ്ശൊക്കെ വ്യൂ കിട്ടി തുടങ്ങി. പിന്നെ 1-2 ആൾക്കാർ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തത് ഇപ്പോൾ 950 നിൽക്കുന്നുണ്ട് ഈ 6 മാസം കൊണ്ട്. അപ്പോൾ അറിയണവരും അറിയാത്തവരും ആയിട്ടുള്ള കുറേ പേരുണ്ടാവും. അപ്പോൾ ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഒരു പാട്ട് പാടി കൊടുത്തല്ലോട്ടാ. ഒരു ജോണി പാടി കൊടുത്തേ. അപ്പൊ ആൾക്ക് ഇത്തിരി പനിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കുറഞ്ഞു വരണുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഉണ്ട് പനിയും മയ്യൊക്കെ. അപ്പൊ ക്ഷീണം ഇങ്ങനെ കുറഞ്ഞു വരണുള്ളൂ എല്ലാവരുടെയും. അപ്പൊ അതുകൊണ്ടാണ് എല്ലാവരുടെയും വീഡിയോസ് ഇല്ലാത്തത്. ഇപ്പൊ ഇവനും ക്ഷീണമാണ്. ആൾക്ക് ഇച്ചിരിക്ക് ക്ഷീണമൊക്കെ ഉണ്ട്. എന്നാലും നമ്മുടെ ചാനലിന് വേണ്ടി പാട്ട് പാടി തന്നതാണ് നമ്മുടെ അല്ലുകുട്ടൻ. അപ്പോൾ ഒരു പാട്ടും കൂടി ഉണ്ട്. അല്ലു കാക്കി ഉണ്ട് ഇനി. കാക്കി ഇല്ല ഇനി. അപ്പോൾ ഞങ്ങളുടെ ചാനലിന് വേണ്ടി ഇനി 2 പേർക്ക് സംസാരിക്കണ്ട. എൻ്റെ ഹസ്ബൻഡോട് വന്നിട്ടുണ്ട് സംസാരിക്കണ്ട. സോറി, അത് മോൻ കാണിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആളുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് മോൻ കാണിക്കുള്ളൂ എന്ന് പറഞ്ഞിരിക്കുക. പരമാവധി ഞാൻ ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ നടക്കണില്ല. അപ്പോൾ ചാനലിന് വേണ്ടി ഇനി അവിടെ എന്തൊക്കെയാ പറഞ്ഞ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചാനലിന് വേണ്ടിയിട്ട് ഇനി ഇവൻ്റെ ജോണി കഴിഞ്ഞു. ഇനി എൻ്റെ വക ഒരു ചെറിയൊരു ഗാനം. ആരും പേടിച്ചോടി പോകരുത്. ഞാൻ ഹസ്ബൻഡിന് വേണ്ടി കല്യാണം കഴിഞ്ഞ ഉടനെ പാടിക്കൊടുത്തൊരു പാട്ടാണ് പാടാൻ പോകുന്നത്. ചേട്ടന് വേണ്ടി പാടിക്കൊടുത്ത പാട്ട് പാടട്ടെ. കല്യാണം കഴിഞ്ഞോണ്ട് നമ്മൾ പാടിയ ആ പാട്ട്. അപ്പോൾ ചേട്ടൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പാട്ട് ഭയങ്കര ഇഷ്ടമായിട്ട് അത് ഞാൻ 2 പേര് പാടാൻ പോവാണ്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. നല്ല പാട്ടാണ്. ഒക്കെ പാട്ടെ പാടാൻ പോട്ടാ. റെഡി, 1 2 3 സ്റ്റാർട്ട്. 1 2 3 4 5 5-ാം വീട്ടിൽ കള്ളം കയറി പഞ്ചസാര കട്ടെടുത്തു കൊട്ടേട്ടൻ തോക്കെടുത്തു ടേ ടേ ടേ. അപ്പൊ ഇതാണ് ഞാൻ പാടിയത്. ഇത് പറ്റിയിരിക്കണ്ട, ശരിക്കും ഞാൻ പാടി തന്നെയാണ്. അപ്പൊ ചാള റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഭാവിയിലേക്ക് അങ്ക കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട് അമ്മയുടെ പാട്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഒരു പാട്ടാണത്. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താൻ പോവാണ്. അപ്പോൾ നിർത്തുന്നതിന് മുന്നായിട്ട് ഒരു നന്ദി പ്രകാശിക്കാൻ വേണ്ടി ഒരു പാട്ടും കൂടി എന്നെ സഹിക്കണം ദയവ് ചെയ്ത്. ഓക്കെ. ഈശോയ്ക്കു നൽകാൻ എൻ കയ്യിലിന്ന് മറ്റെന്ത് സമ്മാനമുണ്ട്. ഈശോയ്ക്കു നൽകാൻ എൻ കയ്യിലിന്ന് മറ്റെന്ത് സമ്മാനമുണ്ട്. ഞാനിതാ നൽകുന്നു പൂർണ്ണമായി എന്നെയും എൻ സർവമോഹങ്ങളും. ഞാനിതാ നൽകുന്നു
സർവമോഹങ്ങളും. ഓക്കെ, താങ്ക്സ്. ഞങ്ങളെ സഹിച്ചിരുന്ന എല്ലാവർക്കും താങ്ക്സ്. സബ്സ്ക്രൈബ് ചെയ്തിരുന്നു പിന്തിരിഞ്ഞ് പോകരുതിട്ട് ഞങ്ങളെ പാട്ട് കേട്ടിട്ട്. ബൈ ബൈ.